നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റിവ്യൂയുടെ തമ്പുരാനുണ്ടല്ലോ അശ്വന്ത് കോക്ക് അടിച്ച് ലെവലും തെറ്റി കോണവും തെറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, മാധവ് സുരേഷ് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു, അംഗം അട്ടഹാസം. ഈ സിനിമ അശ്വന്ത് കോക്ക് കണ്ട് അവൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അണിയറ പ്രവർത്തകർ മീൻസ് പ്രൊഡ്യൂസറും ഈ മാധവ് സുരേഷും ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു ന്യൂസ് 80 ചാനലിനകത്ത്. അശ്വന്ത് കോക്ക് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം രൂപ ചോദിച്ചു എന്നാണ് അതിൻ്റെ പ്രൊഡ്യൂസറും ഈ മാധവ് സുരേഷും പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അശ്വന്ത് കോക്കാണൻ്റെ കിളി പറന്നു എന്ന് മാത്രമല്ല, അശ്വന്ത് കോക്ക് എന്തോ ഒരു പ്രത്യേകതരം സാധനം അടിച്ചിട്ടാണ് ഈ യൂട്യൂബ് ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പല മോശം സിനിമകൾക്കും പോസിറ്റീവ് റിവ്യൂ പറയണം എന്നുണ്ടെങ്കിൽ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്നവൻ പൈസ വാങ്ങിക്കാതെയാണ് ആ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് ആരെങ്കിലും സാധിക്കുമോ? ആരെ കൊണ്ട് സാധിക്കത്തില്ല. അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ളവനാണ് ഇവൻ. നല്ല സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ ഇവൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ അരിയാഹാരം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാകും അതെന്തിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു റിവ്യൂ ചെയ്തത്. കാരണം ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞൂടെ മോശം സിനിമ ഏതാണ് നല്ല സിനിമ ഏതാണെന്ന്? എന്താണെങ്കിലും ആശാന്റെ കിളി പറന്നു എന്ന് മാത്രമല്ല, ആശാന്റെ വെല്ലുവിളിയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ പ്രൊഡ്യൂസറിനെയും അതുപോലെ തന്നെ മാധവ് സുരേഷിനെയൊക്കെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഈ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ, അവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനക്കേടാണ്. മാന്യമായ രീതിയിൽ അശ്വന്ത് കോക്ക് കാശ് വാങ്ങിക്കാതെയാണ് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ ഒരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്നത് പോലെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് നിനക്ക് നിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമായിരുന്നു. പക്ഷേ നീ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് നിന്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കെന്താണെങ്കിലും അശ്വന്ത് കോക്കിൻ്റെ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് നമുക്ക് അശ്വന്ത് കോക്കിൻ്റെ ആ പൂണ്ട് വിളയാട്ടം, അതായത് തെറി അഭിഷേകം നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്രത്തോളം ഉണ്ട് ഇവൻ്റെ ഒരു മാനേഴ്സ്, അല്ലെങ്കിൽ ഇവന് ഇത്രയും ആളുകൾ ഇവനെ സപ്പോർട്ട് ചെയ്തത്. റിവ്യൂ കാണുന്നവർ നിങ്ങൾ വിലയിരുത്തണം ഇവൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കഥ, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിന്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവുകയാണ്. കാശിറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. കുറേ നാളുകളായിട്ട് കുറേ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് അടിസ്ഥാനം എന്തോ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിൻ്റെ തന്തമാരെല്ലാവരും കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിന് എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണം? ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ, ഈ ന്യൂസ് 18 എൻ്റെ കൈയും കൺപിടിക്കുന്ന ചാനലാണ്. എന്ത് ഒരു ചർച്ചയിലിരിക്കാൻ വേണ്ടിയിട്ട് റിലയൻസിൻ്റെ ചാനലാണ്, അംബാനിയുടെ ചാനലാണ്, സ്റ്റിൽ ദാരിദ്ര്യം പിടിച്ച ചാനലാണ്. അട്ടഹാസം, അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിൻ്റെ മോനാണ് മേധവ് സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ്, മത്തായി എന്ന് പറഞ്ഞിട്ട് അയാളെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അയാളെ ഒരു മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിൻ്റെ അടുത്തുണ്ടോ? എടാ, ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന്? 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണില്ല. അത്രയും തീട്ടപ്പെടോ തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരം അറിയാം. ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ്, കേസ് ഫയൽ ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. പണ്ടിക്കരിമ്പാറ എൻ്റെ ഏതാൾക്കാരെ, എനിക്ക് ഏതാൾക്കാരെ, ഞാൻ തനിയാൾ. പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് റൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതേടെ ഈ പൈസ വാങ്ങിച്ച്, സൈൽ ആനന്ദോട് പൈസ വാങ്ങിച്ച്, സൈലറ്റ് ആനന്ദോട് എനിക്കറിയാം, ആനന്ദോട് എന്നെ അറിയാം. ഇടോ ഞാൻ ഐ എം ചാലഞ്ചിങ് യു, ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് താടി വെച്ച അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് 8 പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിക്കുന്നത്. എവിടെയാണ് തെളിവ് കാണിച്ച് പറയടാ. ഞാൻ ഇന്ന് 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാളുടെ ഒരു കാലിച്ചാ വാങ്ങിച്ചു പിടിക്കാത്ത ഒരാളാണ് ഞാൻ.
സിനിമാക്കാർ പട്ടികളെ പട്ടികളെ ഞാൻ പറയാം, പട്ടികളെ ഞാൻ പറയുന്നത്. ന്യൂസ് 18 ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത് മട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ ഇതല്ല കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? ഗോകുൽ സുരേഷ് പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് റിവ്യൂ എടുത്തോളാണ് ഞാൻ. നിന്റെ അച്ഛൻ്റെ സുരേഷ് ഇവിടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ ഏത് മറ്റേ കൊമ്പത്തിൽ നീ 4.5 കോടി, നിനക്ക് നാളെ 4 കോടി ഈ മറ്റേ പ്രൂഫ് കാണിക്ക്. പ്രൂഫ് കാണിക്കണം. പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നാ നായേ കാണിക്കണം. പിന്നെ കമന്റ് ഇടുന്ന പട്ടികളോട്, നായിന്റെ മക്കളെ ഞാൻ പറയണേ, പട്ടികളെ നായിന്റെ മക്കളെ ഞാൻ പറയാണ്, ദിസ് ഈസ് അച്ഛൻ കോക്ക്. ഈ പണി ഞാൻ നിർത്തും. റിവ്യൂ ചെയ്തിട്ട് ഊമ്പണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ മയിരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് ഇതാടാ 1 ലക്ഷം റുപ്യ, മനസ്സിലായോ? എൻ്റെ ഗൂഗിളിൻ്റെ മനസ്സിലായോ? ക്രിയേറ്റർ സ്റ്റുഡിയോക്കാർ നോക്ക് എൻ്റെ വരുമാനം എത്രയാണ്, മനസ്സിലായടാ? നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛൻ്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് എൻ്റെ ധ്യാൻ എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എൻ്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അട്ടഹാസം. എടാ ധ്യാനെ പോലെ രാവണ നീ 10 100 ജന്മം ജനിച്ചാൽ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് എ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ, മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ, കോക്കിന് റിവ്യൂ ചെയ്തിട്ട് ഊമ്പണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. സിനിമാക്കാരെ എല്ലാം അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുക, അടച്ച അസഭ്യവർഷമാണ്. ഇവൻ എന്തോ സാധനം അടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിളമ്പിയിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പം അംഗമട്ടഹാസം സിനിമയ്ക്ക് ഇവൻ കാശ് ചോദിച്ചിട്ടുണ്ടാകാവോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല. ഇനി ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞതാണോ ഇതും നമുക്കറിയില്ല. അതുകൊണ്ടാണോ ആ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു നെഗറ്റീവ് പറഞ്ഞതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും സത്യം അറിയാവുന്ന ഒരാൾ എന്തായാലും ഉണ്ടല്ലേ. അപ്പം ഇത്രയും രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഇതിനൊരു മറുപടി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഒരു കാര്യത്തിൽ കാശ് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വയലൻ്റ് ആവും. പക്ഷെ അതിങ്ങനെയും പല ആളുകളും വിളിച്ചിട്ട്, ഞാൻ വലിയ റിവ്യൂവറൊന്നും അല്ല, പക്ഷെ പല ആളുകളും ചെറിയ സിനിമയുടെ ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് തരാം, നിങ്ങൾ സിനിമയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയില്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് തന്നെ ഞാൻ കാണും, കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാശ് മേടിച്ചാൽ ഞാൻ അവർക്ക് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരുടെയും അങ്ങനെ ടിക്കറ്റിൻ്റെ ഇത് മേടിച്ചിട്ട് പോയിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല. മീൻസ് റിവ്യൂ പറയുന്ന സിനിമകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന റിവ്യൂയുടെ തമ്പുരാൻ, ഇവൻ്റെ റിവ്യൂ കണ്ടിട്ടാണല്ലോ പല ആളുകളും തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് പോകുന്നുണ്ട്. ഒരു 100% ആളുകളിൽ ഒരു 75% അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ട് തന്നെ പോകുന്നവരാണ് എന്ന് നമുക്ക് കേരളത്തിൽ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാണുന്ന ആളുകളെല്ലാം വളരെ മാന്യമായിട്ടുള്ള പ്രേക്ഷകരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ ഇത്രയും വയലൻ്റ് ആയിക്കൊണ്ട് ഇങ്ങനൊരു കാരണം നടത്തേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ ഇവനിക്കിതിന് പറയാമായിരുന്നു. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഈ പട്ടികളെ അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന നായ്ക്കളെ എന്നൊക്കെ വിളിക്കുന്ന ഇവന് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവനെപ്പോലെ അത്രയും തരം താഴാൻ തയ്യാറല്ലാത്തത് കൊണ്ടും ഈ മരവാണത്തിന് നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും